ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒരു ലൈറ്റ് ഗ്രേ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ഒരു ലൈറ്റ് ഗ്രേ ബേസ് കൊടുക്കുന്നുണ്ട്. അതാണ് ബേസ് അടിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. ലൈറ്റ് ഗ്രേ ബേസ് കൊടുത്ത് അത് ഒന്നുകൂടി പേപ്പർ ഇട്ടിട്ട് രണ്ടാമത്തെ ഒരു കോട്ട് കൂടി കൊടുത്ത് വളരെ സ്മൂത്താക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ടെക്സ്റ്റർ ചെയ്യും. അപ്പോൾ കണ്ടിന്യൂ കാണുക. നമ്മളിവിടെ പുട്ടിയിട്ടൊരു സർഫസ്, പുട്ടിയിട്ട് പ്രൈമർ അടിച്ചൊരു സർഫസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമെൻറ്റ് ടെക്സ്റ്റർ. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ബേസ് അടിച്ച് അതിൻ്റെ മുകളിൽ സിമെൻറ്റ് ടെക്സ്റ്റർ ചെയ്യാം. ബേസ് അടിക്കാതെയും ചെയ്താലും നമ്മുടെ അങ്ങനത്തെ ഒരു ക്വാളിറ്റിയാണ്. ബേസ് അടിക്കാതെയും ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണുക. നമ്മളിവിടെ ബേസ് അടിക്കാത്ത സർഫസിൽ ഒരു ചെങ്കൽ ഫിനിഷാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചെങ്കൽ കളറിൻ്റെ മാറ്റൊരു കളറാണ്. നമ്മൾ ബേസ് അടിക്കാതെ തന്നെ പ്രൈമർ ഫിനിഷ് ചെയ്തതിന് ശേഷം പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഒരു ചെങ്കൽ ഫിനിഷിൻ്റെ ടെക്സ്റ്ററാണ് ചെയ്യുന്നത്. നമ്മൾ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ ഫസ്റ്റ് കോട്ടിൽ തന്നെ നമുക്ക് അതിന് പാറ്റേൺ വരുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് കോട്ടും കൂടി ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഫസ്റ്റ് കോട്ട് ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷ്, നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ചിലവർക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിർത്താവുന്നുള്ളൂ. പക്ഷേ ശരിയായിട്ട് രണ്ടാമത്തെ കോട്ട് ഇട്ടാലാണ് ആ ഒരു ഫോഗ് എഫക്റ്റിൻ്റെ ഫുള്ള് ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പോളിഷ്ഡ് സിമെൻറ്റ് ടെക്സ്റ്റർ എന്ന് പറയുന്ന മെറ്റീരിയലാണ് നമ്മളിതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഒരു കിലോയിൽ 150-200 ഇടയ്ക്കുള്ള ഏരിയ കവർ ചെയ്യാൻ കിട്ടും. അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ്. 150 സ്ക്വയർ ഫീറ്റ് കിട്ടും. 200 വരെയും പണിക്കാർക്കും സർഫസിനനുസരിച്ച് കിട്ടും. അപ്പോൾ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക, പണി മുഴുവനായിട്ട് കാണുക. നെക്സ്റ്റ് വാക്സ് ഉള്ളതും കൂടി കണ്ടിട്ട് നിങ്ങൾ അത് നിർത്താൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ടിൽ കഴിഞ്ഞതിന് ശേഷം ഒരു നൈസായിട്ട് ഒരു 400 പേപ്പർ ഇതിൻ്റെ ഞരമ്പുകൾ പോകുന്ന രീതിയിൽ ഒരു പ്രാവശ്യം പേപ്പർ ഇട്ടതിന് ശേഷം വേണം സെക്കൻഡ് കോട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കൂടുതൽ സ്മൂത്ത് ഫിനിഷ്, അതായത് പോളിഷ്ഡ് സിമെൻറ്റ് ടെക്സ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു പോളിഷ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല സ്മൂത്താക്കിയിട്ട് തരികളൊക്കെ കളഞ്ഞിട്ട് വേണം സെക്കൻഡ് കോട്ട് ചെയ്യാൻ. നമ്മളിത് സെക്കൻഡ് കോട്ട് ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫസ്റ്റ് കോട്ട് ഇട്ടപ്പോൾ കണ്ട ഫീലിംഗ് അല്ല ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ നല്ല രീതിയിലുള്ളൊരു ഫോഗ് എഫക്റ്റ് വരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇതിനെ ഉണങ്ങാനായിട്ട് വിടണം. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ നല്ലോണം പേപ്പർ ചെയ്ത് സ്മൂത്താക്കിയതിന് ശേഷം വാക്സ് അടിക്കണം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞു, ഏകദേശം ഒരു കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമുക്ക് അടുത്തത് നമ്മൾ ബേസ് അടിച്ചിട്ടുള്ള ഗ്രേയിൽ ചെയ്യാം. ഫസ്റ്റും സെക്കൻഡ് അവിടെ ഇട്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഗ്രേഡ് ചെറുതായിട്ട് ബേസ് അടിച്ചതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഗ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് കോട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് സെക്കൻഡ് കൂടി ചെയ്താലാണ് അതിൻ്റെ കറക്റ്റ് ഫിനിഷ് ആവുള്ളൂ. തുടർന്ന് കാണുക. ഗ്രേയിൽ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു, പേപ്പർ ഇട്ടതിന് ശേഷം സെക്കൻഡ് കോട്ടാണ് ചെയ്യുന്നത്. ഇത് അതിൽ സെക്കൻഡ് കോട്ട് കഴിഞ്ഞിട്ടുള്ളൊരു അവസ്ഥയാണിത്. ഇനി വാക്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പൂർണ്ണത വരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക. ടെക്സ്റ്ററിൻ്റെ മുകളിൽ ന്യൂ വാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബേസാണ്. എന്നിരുന്നാലും അതിൽ വെള്ളം പിടിക്കില്ല. ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം പിടിക്കില്ല. കണ്ടില്ലേ, നമ്മൾ ചെയ്യുന്നത് വളരെ തിക്കിലിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യണമായിട്ടിട്ട് അത് വടിച്ചെടുക്കുകയാണ്. പിന്നെ അവിടെ ഒന്നും വെക്കണ പ്രശ്നമില്ല. അത് കാരണം ഇതൊരു 200 ഗ്രാമിൻ്റെ ഒരു പാക്ക് കഷ്ടി ഒരു 100 സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യും. 200 ഗ്രാമിൻ്റെ പാക്കുണ്ട് നമ്മുടെ ഏറ്റവും മിനിമം പാക്കാണ്. അത് ഈ ഒരു 100-120 സ്ക്വയർ ഫീറ്റ് വരെ കവർ ചെയ്യും. അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് അത്. ഈ സിമെൻറ്റ് ടെക്സ്റ്ററിനെ സംബന്ധിച്ചോളം വാക്സ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലാണ് അത് ഒരു പൂർണ്ണതയിലെത്തുള്ളൂ.